സാനിയ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത NM വിജയന്റെ ആത്മഹത്യയിൽ അന്വേഷണം എന്തായി എന്നുള്ളതാണ്. ഇന്നലെ ആ ഡയറിക്കുറിപ്പിലെ കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഒക്കെ കൂടുതൽ കുരുക്കിലാകുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? അതെ, അങ്ങനെയാണ്. അതായത് IC ബാലകൃഷ്ണന് കൂടുതൽ കുരുക്കാവുന്ന തരത്തിലുള്ള ഒരു ഡയറി കുറിപ്പുകളും അതിൻ്റെ പോലീസ് റിപ്പോർട്ടുമാണ് ഇന്നലെ പുറത്തു വന്നത്. കോടതി നേരത്തെ ഒരു റിപ്പോർട്ട് ഹാജരാക്കാൻ പോലീസിനോട് പറഞ്ഞിരുന്നു. അതുപ്രകാരം പോലീസ് ഹാജരാക്കിയ റിപ്പോർട്ടിലെ ചില വിവരങ്ങളാണ് നമുക്ക് ഇന്നലെ കിട്ടിയത്. അതിലുണ്ടായിരുന്നത് NM വിജയന് ഡയറി കുറിപ്പുകൾ ഉണ്ടായിരുന്നു. ആ ഡയറി കുറിപ്പിൽ ICB അല്ലെങ്കിൽ ICB MLA എന്നൊക്കെ ഉള്ള പേരിൽ അറിയപ്പെടുന്ന IC ബാലകൃഷ്ണൻ MLA അദ്ദേഹവുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ND അപ്പച്ചനുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. അർബൻ ബാങ്കിലെ നിയമനത്തിന് വലിയൊരു തുക ഈ NM വിജയന്റെ കയ്യിൽ വന്നിരുന്നു. അത് മുഴുവനും IC ബാലകൃഷ്ണനാണ് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു ഡയറി കുറിപ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രവുമല്ല, കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടികളും നടത്തിയിരുന്നത് NM വിജയൻ തന്നെയാണ്. അതിന് അദ്ദേഹം ഒരുപാട് തുക കടം വാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. കൂടാതെ അദ്ദേഹം സ്വർണ്ണമടക്കം പണയം വെച്ച് പണം കണ്ടെത്തേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് നാളെ ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. അതുവരെയും IC ബാലകൃഷ്ണൻ MLAയും ND അപ്പച്ചനും KK ഗോപിനാഥനും ജില്ലയിൽ നിന്ന് തന്നെ മാറി നിൽക്കുകയാണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഏതായാലും നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ റിപ്പോർട്ടടക്കം വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളായി മുന്നിൽ വരും. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ഇന്ന് പുറത്തു വരാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, അങ്ങനെ മലബാറിലെ വിശേഷങ്ങളാണ് സാനിയ മനോവി പങ്കുവച്ചത്.